നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഇവിടെ ഉണ്ടായിരുന്ന സകല ആഭരണങ്ങളും ഇവള് കെട്ടിപ്പൊതിഞ്ഞെടുത്തത് ശരിയായിരുന്നല്ലോ അല്ലേ? അമ്മ ചിലപ്പോ ഇത് ന്യായീകരിക്കും. പക്ഷെ ഒന്ന് മറക്കണ്ട, പരമേശ്വരേട്ടൻ ഇപ്പൊ ഹോസ്പിറ്റലിൽ കിടക്കുന്നതിന്റെ ഉത്തരവാദിത്തം ഇവൾ ഒരുത്തിക്ക് മാത്രമാണ്. അച്ഛന്റെ മുന്നിൽ നീ എന്തൊക്കെയാ വിളിച്ചു പറഞ്ഞേ? അതൊക്കെ സത്യം തന്നെയാണോടി? എന്ത് സത്യം? ഇവള് പറഞ്ഞ കള്ളക്കഥ കേട്ടിട്ടാ ഏട്ടൻ വീണുപോയത്. ഒരു കാര്യം ഞാൻ പറയാം, ഹോസ്പിറ്റലിൽ കിടന്ന് ഞങ്ങളുടെ ഏട്ടൻ എന്തെങ്കിലും പറ്റിയ ഇതിനകത്തിട്ട് കൊന്നുളയുന്നില്ല. വരുൺ നിന്നോട് പൊയ്ക്കോളാൻ പറഞ്ഞെന്നും കൂലിയായിട്ട് കുറച്ച് ആഭരണങ്ങൾ തന്നെന്നും നീ പറയുന്നു. അങ്ങനെ പോണെങ്കിൽ ഒരു കാരണം വേണ്ടേ? എന്താ എന്താ നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം? എനിക്കൊരു പ്രശ്നവുമില്ല. പിന്നെ വരുണിനാണോ പ്രശ്നം? പറയടി മോളെ. സാധാരണഗതിയിൽ ഒരു ഭർത്താവ് മോശമായിട്ട് പെരുമാറുകയും വീട്ടിൽ നിന്നിറങ്ങി പോകാൻ ആവശ്യപ്പെടുകയും ചെയ്ത പെൺകുട്ടികള് കരയും. വീട്ടിലുള്ള മുതിർന്നവരോട് വിവരം പറയും. അങ്ങനെയല്ലേ നാട്ടു നടപ്പ്? ഇതിപ്പോ നീ നിന്റെ വീട്ടുകാരെ അറിയിച്ചിട്ടില്ല, ഇവിടെ ഉള്ളവരെ അറിയിച്ചിട്ടില്ല. ഇറങ്ങി പുറപ്പെടാൻ തീരുമാനിച്ചതാണെങ്കിലോ രാത്രിയിലും. ഇതിന്റെ കള്ളക്കളിയാ ഞങ്ങൾക്കറിയേണ്ടത്. കൂടുതൽ ചോദിക്കാനൊന്നും ഇല്ല ചെറിയമ്മേ. ചാണകക്കുഴിയിൽ കിടന്ന ദേവനാരായണൻ തിരുമേനിയുടെ മകൾക്ക് കണിമംഗലത്ത് വന്ന് കേറിയപ്പോ കണ്ടതും കേട്ടതും ഒക്കെ അത്ഭുതമായിട്ട് തോന്നിയിട്ടുണ്ടാവും. സമ്മാനങ്ങളായി അമ്മയും മുത്തശ്ശിയും കുറെ ആഭരണങ്ങൾ കൊടുത്തെങ്കിലും അതിടാനുള്ള യോഗ്യത ഇവൾക്കില്ല. അത് ഇവൾക്ക് തന്നെ അറിയാലോ. വാനുണിന്റെ മനസ്സിൽ ഇടം പിടിക്കാനും അവൾക്ക് സാധിച്ചില്ല. അപ്പൊ പിന്നെ പോകുന്ന പോക്കില് വീട് കൊള്ളയടിച്ചിട്ട് പോകാന്ന് കരുതി അല്ലേ? ആഭരണങ്ങൾ മാത്രമേ എടുത്തിട്ടുള്ളൂ, അതോ കണിമംഗലത്തിന് ആധാരം കൂടി എടുത്തു വെച്ചിട്ടുണ്ടോ? ഇവളുടെ ബാഗ് മാത്രം പരിശോധിച്ചാ പോരാ, ഇവളുടെ ദേഹം കൂടി പരിശോധിക്കണം. അതിന് ഇവിടെ എല്ലാരും കുടുംബത്തിന്റെ അഭിമാനം പറഞ്ഞു നടക്കുകയല്ലേ? തീരുമാനം എടുക്കാനുള്ള അവകാശം എനിക്കുണ്ടായിരുന്നെങ്കിൽ ഞാനീ പോലീസുകാരെ വിളിച്ചേനെ. ഈ രാത്രി ഇവളുടെ ഉറക്കം ലോക്കപ്പിലായേനെ. എന്താ ഇവിടെ? അയ്യോ ഒന്നുമില്ല മുത്തശ്ശി. കണിമംഗലത്തിന്റെ അഭിമാനമായ പുതിയ മരുമകളെ ഞങ്ങളൊന്ന് ചോദ്യം ചെയ്യുകയായിരുന്നു. ആരോടും പറയാതെ ഇവൾ ഇവിടുന്ന് ഇറങ്ങി പോവാൻ തീരുമാനിച്ചത് ശരിയാണല്ലോ അല്ലേ? ഇവിടെ ഉണ്ടായിരുന്ന സകല ആഭരണങ്ങളും ഇവള് കെട്ടിപ്പൊതിഞ്ഞെടുത്തത് ശരിയായിരുന്നല്ലോ അല്ലേ? അമ്മ ചിലപ്പോ ഇത് ന്യായീകരിക്കും. പക്ഷെ ഒന്ന് മറക്കണ്ട, പരമേശ്വരേട്ടൻ ഇപ്പൊ ഹോസ്പിറ്റലിൽ കിടക്കുന്നതിന്റെ ഉത്തരവാദിത്തം ഇവൾ ഒരുത്തിക്ക് മാത്രമാണ്. ഞാൻ മുൻപേ മുത്തശ്ശിയോട് പറഞ്ഞതല്ലേ, ഇവള് മാത്രമല്ല, ദേ ഇവളുടെ ആ കുടുംബം തന്നെ ശരിയല്ല. എന്തൊരു സ്നേഹാഭിനയിക്കല! അങ്ങ് ഒലിച്ചെറിഞ്ഞല്ലേ ചെറിയ അച്ഛനും അമ്മയും പിന്നെ ആ അനാഥ പെണ്ണും എല്ലാരും കൂടി. നമ്മുടെ കുടുംബത്തിന് എന്ത് സംഭവിച്ചാലും ഇവളുടെ കുടുംബത്തിന് എന്ത് നഷ്ടവും മുത്തശ്ശി? അവർക്ക് അവരുടെ കാര്യം നടന്നാ മതിയല്ലോ. കട്ട് തൊലച്ച് കടത്തിക്കൊണ്ട് വരാൻ ഇവളുടെ അച്ഛൻ തന്നെ പറഞ്ഞിട്ടുണ്ടാവും. ആ കള്ളം! മതി, കൂടുതൽ സംസാരിക്കേണ്ട രണ്ടുപേരും കൂടി. പ്രിയങ്കേ, മോള് മുറിയിലേക്ക് പോ. അങ്ങനെ എങ്ങ് വിട്ടാലോ? അങ്ങനെ വിട്ടാൽ എന്താ കുഴപ്പം? ഇവള് പറയുന്ന കാര്യങ്ങൾ ശരിയാണോന്ന് വരുൺ തിരിച്ചു വരുമ്പോ പറയും. അതുവരെ ആരും കൂടുതൽ വിചാരണയൊന്നും വേണ്ട. പിന്നെ ആഭരണങ്ങളുടെ കാര്യം, നിങ്ങളുടെ ആരുടെ അറപ്പുരകളിൽ നിന്ന് പ്രിയങ്ക ഒന്നും എടുത്തിട്ടില്ലല്ലോ.
കൊണ്ടുപോകാൻ നോക്കിയതെല്ലാം ഞാനും പത്മിനി അവക്ക് കൊടുത്ത സമ്മാനങ്ങളാ. അതിന്റെ ഉടമ അവള് തന്നെയാ. മോളെ ചെല്ല്. കണ്ടാലും കൊണ്ടാലും മുത്തശ്ശി പിടിക്കത്തില്ല. നോക്കിക്കോ, ഇതെന്തോ ദുരന്തത്തിനുള്ള സൂചനയാ. കൃഷ്ണ, വരുണിന്റെ മനസ്സ് ഒരുപാട് വേദനിക്കുന്നുണ്ടാവും. പക്ഷെ അതല്ലാതെ വേറൊരു മാർഗവും ഇല്ലല്ലോ. ഒരിക്കലും കൂടിച്ചേരാനാവാത്ത ഞങ്ങളെ തമ്മില് വീണ്ടും വീണ്ടും എന്തിനാ ഇങ്ങനെ തമ്മില് കാണിക്കുന്നത്? വരുണിനെല്ലാം തിരുത്താനുള്ള മനസ്സ് കൊടുക്കണേ. എന്നും എന്റെ വരുണിന്റെ മനസ്സിന് കൂട്ടായിരിക്കണം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.